അപ്പോൾ ഇനി നമുക്ക് എടുക്കാനുള്ളത് നമ്മുടെ തിയറി ഓഫ് ഇക്വേഷൻസിലെ ഡെക്കാർഡ്സ് റൂൾ ഓഫ് സൈൻസ് എന്ന് പറയുന്ന ഒരു പോർഷൻ ആണ്. ഇനി ഒരു രണ്ട് ചെറിയ പോർഷൻ ആണ് എടുക്കാനുള്ളത്. ബാക്കിയുള്ള പോർഷൻസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. ഇതിന് നോട്ട് ഞാൻ സെൻഡ് ചെയ്തിട്ടില്ല, അത് ഞാൻ സെൻഡ് ചെയ്ത് തരാം. അപ്പോൾ സെപ്പറേറ്റ് ചെയ്യുന്ന പരിപാടി കഴിഞ്ഞിട്ട് ലാസ്റ്റ് ആണ് ഡെക്കാർഡ് റൂൾ ഓഫ് സൈൻ. അപ്പൊ നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ പോളിനോമിയൽസിന്റെ റൂട്ടുകളെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്ന പരിപാടികളാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു nth ഡിഗ്രി പോളിനോമിയൽ എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു തേർഡ് ഡിഗ്രി പോളിനോമിയൽ എടുക്കുകയാണെങ്കിൽ അതിനൊരു 3 റൂട്ടുകൾ ഉണ്ടായിരിക്കും. ആ 3 റൂട്ടുകൾ എങ്ങനെ സെപ്പറേറ്റ് ചെയ്യാം, ഏതൊക്കെയാണ് ആ റൂട്ടുകൾ എന്നുള്ള കാര്യങ്ങൾ കണ്ടെത്താനുള്ള പരിപാടികളാണ് മെയിൻ ആയിട്ട് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. അതിലുള്ള ഒരു ലാസ്റ്റ് പോർഷൻ ആണ് ഡെക്കാർഡ്സ് റൂൾ ഓഫ് സൈൻ എന്ന് പറയുന്ന പോർഷൻ. ഡെക്കാർഡ്സ് റൂൾ ഓഫ് സൈൻ എന്ന് പറയുന്നത് അതൊരു റൂളാണ്. ആ റൂൾ ഒന്ന് മനസ്സിലാക്കണമെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഒന്ന് നോക്കണം. ആ റൂള് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം നിങ്ങൾക്ക് അറിയേണ്ടത് പെർമനൻസ് ഓഫ് സൈനും വേരിയേഷൻ ഓഫ് സൈനും എന്താന്നുള്ള കാര്യം അറിയണം. അതായത് ഇപ്പൊ നമുക്ക് ഒരു സീക്വൻസ് ഓഫ് നമ്പർ തന്നു വിചാരിക്കുക, അതായത് A0, A1, A2 എക്സെട്ര AN. ഇതൊരു സീക്വൻസ് ഓഫ് നമ്പറുകൾ. ഓക്കെ, ഇതില് രണ്ട് കോൺസിക്യൂട്ടീവ് ടേംസിന്റെ സെയിം സൈൻ ആണെങ്കിൽ, ഇപ്പൊ A1 എന്ന് പറയുന്ന ടേമിനും അല്ലെങ്കിൽ A1 എന്ന് പറയുന്ന നമ്പറിനും A2 എന്ന് പറയുന്ന നമ്പറിനും സെയിം സൈൻ ആണെങ്കിൽ നമ്മൾ അവിടെ ഒരു പെർമനൻസ് ഉണ്ടെന്നാണ് പറയാം. ഇപ്പൊ ഇയാൾക്കും പ്ലസ് ആണ് ഇയാൾക്കും പ്ലസ് ആണെങ്കിൽ നമ്മൾ പറയും ഇവിടെ എന്തുണ്ട്, സൈനുകളുടെ പെർമനൻസ് നടന്നിട്ടുണ്ട്. ഓക്കെ, ഇനി വേറൊരു സംഗതി എന്ന് വെച്ചാൽ ഈ A2നെയും A3ക്കും ഓപ്പോസിറ്റ് സൈൻ ആണെന്ന് വിചാരിക്കുക. ഇവിടെ പ്ലസും ഇവിടെ മൈനസും ആണെങ്കിൽ നമ്മൾ പറയും ഇവിടെ ഒരു വേരിയേഷൻ ഓഫ് സൈൻ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയും. അപ്പൊ അതാണ് നമ്മൾ പറഞ്ഞ പെർമനൻസ് ഓഫ് സൈൻസും വേരിയേഷൻ ഓഫ് സൈൻസും. ഈ ആശയം ആദ്യം മനസ്സിലാക്കി വെക്കണം. അതായത് ഒരു സീക്വൻസ് ഓഫ് നമ്പറുകൾ എടുത്താൽ ആ സീക്വൻസ് ഓഫ് നമ്പറുകളിൽ രണ്ട് നമ്പറുകൾക്കിടയിൽ ഒരേ സൈൻ ആണ് വരുന്നതെങ്കിൽ അവിടെ പെർമനൻസ് ഓഫ് സൈനും, രണ്ട് നമ്പറുകൾക്ക് ഓപ്പോസിറ്റ് സൈൻ ആണ് വരുന്നതെങ്കിൽ അവിടെ വേരിയേഷൻ ഓഫ് സൈനുമാണ് വരുന്നത്. അപ്പോൾ ഇവിടെ ഒരു സീക്വൻസ് ഓഫ് നമ്പർ തന്നിട്ടുണ്ട്. ഈ സീക്വൻസ് ഓഫ് നമ്പറിൽ എത്ര പെർമനൻസും എത്ര വേരിയൻസും ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഈ സീക്വൻസ് ഓഫ് നമ്പറിൽ എത്ര പെർമനൻസും എത്ര വേരിയൻസും ഉണ്ട് എന്നുള്ള കാര്യം നോക്കാം. എത്ര പെർമനൻസ് ഉണ്ട് എന്നറിയണം. അതുപോലെ തന്നെ ഈ സീക്വൻസ് ഓഫ് നമ്പറിൽ എത്ര വേരിയേഷൻ ഉണ്ട് എന്നുള്ള കാര്യം അറിയാം. പെർമനൻസും വേരിയേഷനും നോക്കാം. പെർമനൻസ് നോക്കാം. -2, -3 എന്ത് തന്നിട്ടില്ല, ഇവിടെ സൈൻ ചേഞ്ച് ആയിട്ടില്ല. ഇവിടെ ഒരേ സൈൻ ആണ് വരുന്നത്, സെയിം സൈൻ ആണ്. ഇപ്പൊ പെർമനൻസ് ആണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ -3, 4 ഇവിടെ നെഗറ്റീവ് സൈൻ ആണ്, ഇവിടെ പോസിറ്റീവ് സൈൻ ആണ്. അപ്പൊ വേരിയേഷൻ ആണ്. ഇവിടെ പോസിറ്റീവ് ആണ്, ഇവിടെയും പോസിറ്റീവ് ആണ്. അപ്പൊ പെർമനൻസ് ആണ് നടന്നത്. ഇവിടെ പോസിറ്റീവ് സൈൻ ആണ്, ഇവിടെ നെഗറ്റീവ് സൈൻ ആണ്. അപ്പൊ നമുക്ക് അവിടെ വേരിയേഷൻ നടന്നു. ഇവിടെ നെഗറ്റീവ് ആണ്, ഇവിടെ പോസിറ്റീവ് ആണ്, വേരിയേഷൻ നടന്നു. ഇവിടെയും പോസിറ്റീവ് പെർമനൻസ് ആണ്. ഇവിടെയും പോസിറ്റീവ് പെർമനൻസ് നടന്നു. ഇവിടെ പോസിറ്റീവ് ഇവിടെ നെഗറ്റീവ് വേരിയേഷൻ നടന്നു. ഇവിടെ നെഗറ്റീവ് ഇവിടെയും നെഗറ്റീവ് അവിടെ പെർമനൻസ് നടന്നു. ഇവിടെ നെഗറ്റീവ് ഇവിടെ പോസിറ്റീവ് അവിടെ വേരിയേഷൻ നടന്നു. ഇപ്പൊ വേരിയേഷൻസിന്റെ എണ്ണം എന്ന് പറയുന്നത് 1, 2, 3, 4, 5 വേരിയേഷൻസ് ഇവിടെ നടന്നു. പെർമനൻസോ 1, 2, 3, 4, 5 പെർമനൻസ്. അപ്പൊ ഈ സീക്വൻസ് ഓഫ് നമ്പറിൽ പെർമനൻസ് ഓഫ് സൈൻസ് 5 വേരിയേഷൻ ഓഫ് സൈൻസ് 5 നടന്നു. ഇത് മനസ്സിലാക്കിയിട്ട് വേണം നമുക്ക് ഡെക്കാർഡ് റൂൾ പറയാൻ. അപ്പൊ എന്താണ് സൈനുകളുടെ പെർമനൻസ് എന്നും സൈനുകളുടെ വേരിയേഷൻ എന്താന്നുള്ളത് ക്ലിയർ ആയിട്ടുണ്ടല്ലോ. പെർമനൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരേ സൈനുകൾ ഉണ്ടെങ്കിൽ അവിടെ പെർമനൻസ് ഉണ്ടെന്ന് പറയാം. ഡിഫറെന്റ് സൈനുകൾ ആണെങ്കിൽ അവിടെ വേരിയേഷൻ ഓഫ് സൈൻസ് എന്ന് പറയാം. ഇനി എന്താണ് ഡെക്കാർഡ് റൂൾ ഓഫ് സൈൻ എന്ന് പറയാം? ഡെക്കാർഡ് റൂൾ ഓഫ് സൈൻ പറയുന്നത് the number of positive real root of an equation with real coefficient f of x equal to a0 x raised to n plus a1 x raised to n minus 1 plus etc plus an equal to 0 is never greater than the number of variations in the sequence of its coefficient a0, a1, etc. an, and if less then always by an even number. അത്ര പെട്ടെന്ന് അതങ്ങോട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റൂല. പറയുന്ന കാര്യം എന്താന്ന് നോക്കാം. ഒരു പോളിനോമിയൽ ഇവിടെ തന്നിട്ടുണ്ട് വിത്ത് റിയൽ കോയിഫിഷ്യന്റ് ഉള്ള ഒരു റിയൽ പോളിനോമിയൽ ഇവിടെ തന്നിട്ടുണ്ട്. ആരാണ്? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു a0 x raised to n plus a1 x raised to n minus 1 plus etc plus an. നമ്മളോട് പറഞ്ഞത് ഡെക്കാർഡ് റൂൾ ഓഫ് സൈൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ കോയിഫിഷ്യന്റുകളുടെ സീക്വൻസ് ഇങ്ങോട്ട് എടുത്ത് എഴുതുക. അതായത് ആ പോളിനോമിയലിലെ കോയിഫിഷ്യന്റുകളുടെ സീക്വൻസ് ഇങ്ങോട്ട് എടുത്ത് എഴുതുക. a0, a1 etc an.
ആ കോയിഫിഷ്യന്റുകളുടെ സീക്വൻസിൽ എത്ര വേരിയേഷൻ ഓഫ് സൈൻ ഉണ്ടായി എന്ന് നോക്കാം. ആ കോയിഫിഷ്യന്റുകളുടെ സീക്വൻസിൽ എത്ര വേരിയേഷൻ ഉണ്ടായി അല്ലെങ്കിൽ എത്ര സൈൻ ചേഞ്ച് വന്നു എന്നുള്ള കാര്യം നോക്കിയാൽ മതി. ആ നമ്പർ ഓഫ് വേരിയേഷനേക്കാളും ചെറുതായിരിക്കും ആ സീക്വൻസിന്റെ ആ പോളിനോമിയലിന്റെ പോസിറ്റീവ് റിയൽ റൂട്ടുകളുടെ എണ്ണം എന്ന് പറയുന്നത് ആ നമ്പർ ഓഫ് വേരിയേഷനേക്കാളും ചെറുതോ ഇക്വലോ ആയിരിക്കും. ഇതാണ് പറയുന്നത്. ഒന്നുകൂടെ പറയാം. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു പോളിനോമിയൽ തന്നിട്ടുണ്ട്. ആ പോളിനോമിയലിന്റെ കോയിഫിഷ്യന്റുകളുടെ സീക്വൻസ് ആണ് A0, A1 എക്സെട്ര AN എന്ന് പറയുന്നത്. ഈ A0, A1 എക്സെട്ര AN എന്ന് പറയുന്ന കോയിഫിഷ്യന്റുകളുടെ സീക്വൻസുകളിൽ എത്ര വേരിയേഷൻസ് ഉണ്ടോ അല്ലെങ്കിൽ ആ സീക്വൻസുകളിലുള്ള നമ്പർ ഓഫ് വേരിയേഷൻ എന്ന് പറഞ്ഞാൽ സൈൻ ചേഞ്ച് എത്ര നമ്പർ ഓഫ് വേരിയേഷൻസ് ഉണ്ടോ അതോ അതിനേക്കാൾ താഴെയോ ആയിരിക്കും പോസിറ്റീവ് റിയൽ റൂട്ടുകളുടെ എണ്ണം. ആ പോളിനോമിയലിന്റെ പോസിറ്റീവ് റിയൽ റൂട്ടുകളുടെ എണ്ണം എന്ന് പറയുന്നത് എപ്പോഴും അതിലെ കോയിഫിഷ്യന്റ് സീക്വൻസിന്റെ നമ്പർ ഓഫ് വേരിയേഷനേക്കാൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആയിരിക്കും. അതാണ് ഡെക്കാർട്ട് റൂൾ ഓഫ് സൈൻ പറയുന്നത്. അതിൽ തന്നെ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. ഇനി അഥവാ ഇക്വൽ ആണെങ്കിൽ ഒന്നെങ്കിൽ പോസിറ്റീവ് റിയൽ റൂട്ടിന്റെ എണ്ണം നമ്പർ ഓഫ് വേരിയേഷൻസ് തന്നെ ആകാം. ഇനി നമ്പർ ഓഫ് വേരിയേഷൻസ് അല്ല, നമ്പർ ഓഫ് വേരിയേഷൻസിനേക്കാൾ താഴെയുള്ള ആളാവുകയാണെങ്കിൽ ഒരു ഈവൺ നമ്പർ കുറയുന്ന രീതിയിലേ ആവുകയുള്ളൂ. ഇതാണ് ഡെക്കാർട്ട് റൂൾ ഓഫ് സൈൻ. എക്സാമ്പിൾ പറയുമ്പോൾ കൂടുതൽ അങ്ങോട്ട് മനസ്സിലായിരിക്കും. അപ്പൊ എന്താണ് ആശയം എന്നുള്ളത് ഇപ്പൊ ചെറുതായിട്ടൊന്ന് പരിചയപ്പെടുക. എന്താണ് ഡെക്കാർട്ട് റൂൾ ഓഫ് സൈൻ എന്ന് പറയുന്നത്? ഒരു പോളിനോമിയൽ എടുത്താൽ ആ പോളിനോമിയലിന്റെ പോസിറ്റീവ് റിയൽ റൂട്ടുകളുടെ എണ്ണം എന്ന് പറയുന്നത് ആ പോളിനോമിയലിന്റെ കോയിഫിഷ്യന്റുകളുടെ സീക്വൻസിലെ നമ്പർ ഓഫ് വേരിയേഷനേക്കാൾ ചെറുതോ ഈക്വലോ ആയിരിക്കും. ഈക്വൽ ആണെങ്കിൽ കുഴപ്പമില്ല. ഇനി നമ്പർ ഓഫ് വേരിയേഷനേക്കാൾ ചെറുതാവുകയാണെങ്കിൽ ഒരു ഈവൺ നമ്പറിന്റെ ചെറുതേ ആവുകയുള്ളൂ എന്നാണ് പറയുന്നത്. എന്താ സംഗതി എന്നുള്ളത് എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറയാണ്. ഒരു എക്സാമ്പിൾ എടുക്കുന്നു. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഫംഗ്ഷൻ എടുക്കാണ്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 5x raised to 5 minus 3x raised to 4 plus 2x cube minus 2. ഓക്കെ, ഇവിടെ ഒരു പോളിനോമിയൽ തന്നിട്ടുണ്ട്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 5x raised to 5 minus 3x raised to 4 plus 2x cube minus 4x square plus 6x minus 8. നമുക്ക് ചെയ്യേണ്ട പരിപാടി എന്താണെന്ന് വെച്ചാൽ ഈ പോളിനോമിയലിന്റെ പോസിറ്റീവ് റിയൽ റൂട്ടുകളുടെ എണ്ണത്തിനെ കുറിച്ച് എനിക്കൊരു ധാരണ വേണം. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ കണ്ടെത്താൻ പോകുന്നത് ഈ പോളിനോമിയലിന്റെ നമ്പർ ഓഫ് പോസിറ്റീവ് റിയൽ റൂട്ടുകളുടെ എണ്ണം. അതായത് ഈ പോളിനോമിയലിന് 5 റൂട്ടുകൾ ഉണ്ടാവുമല്ലോ. ഒരു 5th ഡിഗ്രി പോളിനോമിയൽ ആയതുകൊണ്ട് 5 റൂട്ടുകൾ ഉണ്ടാകും. അതിൽ പോസിറ്റീവ് റിയൽ റൂട്ട് ഉണ്ടായിരിക്കും, നെഗറ്റീവ് റിയൽ റൂട്ട് ഉണ്ടായിരിക്കും, ഇമാജിനറി റൂട്ടുകൾ ഉണ്ടായിരിക്കും. ആ പോളിനോമിയലിന്റെ പോസിറ്റീവ് റിയൽ റൂട്ടുകളുടെ എണ്ണം എനിക്ക് കാണണമെന്ന് വിചാരിക്കാം. എണ്ണം കാണണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ ഈ പോളിനോമിയലിന്റെ കോയിഫിഷ്യന്റുകളുടെ സീക്വൻസ് ചെയ്യുക. ഏതാ? 5 ഉണ്ട്, അടുത്താര -3, എക്സ് ക്യൂബിൻ്റെത് 2 ആണ്, എക്സ് സ്ക്വയറിൻ്റെത് -4 ആണ്, എക്സിൻ്റെത് 6 ആണ്, ഇവിടെ എത്രയാ? ലാസ്റ്റത്തത് -8 ആണ്. അപ്പൊ 5 -3 2 -4 6 -8. ഇവിടെ എത്ര വേരിയേഷൻസ് നടന്നു നോക്കാം. ഇവിടെ എന്താ? ഇത് പ്ലസും ഇത് മൈനസും ആണ്. അപ്പൊ ഇവിടെ എന്ത് നടന്നിട്ടുണ്ട്? ഒരു വേരിയേഷൻ ഇവിടെ നടന്നിട്ടുണ്ട്. ഒന്ന് ഇവിടെ കൗണ്ട് ചെയ്യും. ഇവിടെ -3 2 പോസിറ്റീവും നെഗറ്റീവും ആണ്, ഒരു വേരിയേഷൻ അവിടെ നടന്നു. ഇവിടെയും പോസിറ്റീവും നെഗറ്റീവും ആണ്, ഒരു വേരിയേഷൻ നടന്നു. നെഗറ്റീവും പോസിറ്റീവും ആണ്, ഒരു വേരിയേഷൻ നടന്നു. ഇവിടെയും പോസിറ്റീവും നെഗറ്റീവും ആണ്, ഒരു വേരിയേഷൻ നടന്നു. അപ്പൊ ഇവിടുത്തെ നമ്പർ ഓഫ് വേരിയേഷൻസ് എത്രയാ? അല്ലെങ്കിൽ ഈ സീക്വൻസ് ഓഫ് നമ്പറിലെ നമ്പർ ഓഫ് വേരിയേഷൻ ഓഫ് സൈനുകളുടെ വേരിയേഷൻ എത്രയാ? നമ്പർ ഓഫ് വേരിയേഷൻ ഓഫ് സൈൻ എന്ന് പറയുന്നത് എത്രയാ വരുന്നത്? 5 അല്ലേ? 1 2 3 4 5 പ്രാവശ്യം സൈനുകൾ വേരിയേഷൻ നടന്നിട്ടുണ്ട്. അപ്പൊ ഇവിടുത്തെ നമ്പർ ഓഫ് വേരിയേഷൻസ് എന്ന് പറയുന്നത് 5. അങ്ങനെയാണെങ്കിൽ ഡെക്കാർട്ട് റൂൾ ഓഫ് സൈൻ എന്ന് പറയുന്നത് ഈ പോളിനോമിയലിന്റെ പോസിറ്റീവ് റിയൽ റൂട്ടുകളുടെ എണ്ണം എന്ന് പറയുന്നത് എപ്പോഴും ഈ നമ്പർ ഓഫ് വേരിയേഷനേക്കാൾ ചെറുതോ ഈക്വലോ ആയിരിക്കും. അതായത് ഈ പോസിറ്റീവ് റിയൽ റൂട്ടുകളുടെ എണ്ണം എന്ന് പറയുന്നത് ഏതൊക്കെയാകാം? 0 ആകാം, 1 ആകാം, 2 ആകാം, 3 ആകാം, 4 ആകാം, അല്ലെങ്കിൽ 5. പക്ഷെ അതിലൊരു കണ്ടീഷനും കൂടെ പറഞ്ഞിട്ടുണ്ട്. നമ്പർ ഓഫ് പോസിറ്റീവ് റിയൽ റൂട്ടുകളുടെ എണ്ണം നമ്പർ ഓഫ് വേരിയേഷൻ തന്നെ ആകാം, അതിന് കുഴപ്പമില്ല. പക്ഷെ അതിനേക്കാൾ ചെറുതാകുന്നുണ്ടെങ്കിൽ ഒരു ഈവൺ നമ്പർ കുറഞ്ഞ രീതിയിലേ ആവുള്ളൂ. അതായത് ആ നമ്പർ ഓഫ് വേരിയേഷൻസ് ഒരു ഈവൺ നമ്പർ കുറയുന്ന രീതിയിലേ ആവുള്ളൂ. അപ്പൊ നമ്പർ ഓഫ് പോസിറ്റീവ് റിയൽ റൂട്ടിന്റെ എണ്ണം 5 അതിനേക്കാൾ ചെറുതോ ആകാന്ന് പറഞ്ഞാൽ ഇതിന്റെ മീനിങ് 0 ആകാം, 1 ആകാം, 2 ആകാം, 3 ആകാം, 4 ആകാം, 5 ആകാം. 5 ആണെങ്കിൽ കുഴപ്പമില്ല.
പക്ഷെ അതിന് താഴെയുള്ളതാകണമെങ്കിൽ ഒരു ഈവൺ നമ്പറിനേക്കാൾ ചെറുതാകണം. അതായത് 5ന്ന് 1 കുറച്ചാൽ കിട്ടുന്നതാണ് ആര്? 4. ഇത് വരൂല എന്നാ പറയും. കാരണം എന്താ? 5ന്ന് ഒരു ഈവൺ നമ്പർ കുറഞ്ഞു കിട്ടുന്നതാകണം എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. 5ന്ന് 2 കുറച്ചാ 3. 5ന്ന് ഒരു ഈവൺ നമ്പറാ കുറയ്ക്കുന്നത്. അപ്പൊ ഇത് വരാം പോസിറ്റീവ് റിയൽ റൂട്ടിന്റെ. പിന്നെ ഏതാ? 5 - 3 എന്ന് പറഞ്ഞ 2 അത് വരൂല. കാരണം ഓഡ് നമ്പറാ കുറയ്ക്കുന്നത്. 5 - 4 5ന്ന് 4 കുറച്ചാൽ 1 ഇത് വരാം, പ്രശ്നമില്ല. 5 - 5 ഓഡ് നമ്പറാ കുറയ്ക്കുന്നത് 0. അപ്പൊ ഇതും വരൂല. അപ്പൊ ഇവിടെ നമ്പർ ഓഫ് പോസിറ്റീവ് റിയൽ റൂട്ട് വരാൻ സാധ്യതയുള്ളത് ഏതൊക്കെയാ? Therefore, ഈ പോളിനോമിയലിന്റെ നമ്പർ ഓഫ് പോസിറ്റീവ് റിയൽ റൂട്ടിന്റെ എണ്ണം ആകാനായിട്ട് സാധ്യതയുള്ള ആളുകൾ ആരൊക്കെയാന്നാ പറഞ്ഞത്? നമ്പർ ഓഫ് പോസിറ്റീവ് റിയൽ റൂട്ട് ഒന്നെങ്കിൽ 1 ആകാം, അല്ലെങ്കിൽ 3 റിയൽ റൂട്ടുകൾ ഉണ്ടാകാം, അല്ലെങ്കിൽ 5 റിയൽ റൂട്ടുകൾ ഉണ്ടാകാം. ഇതാണ് ആ പോളിനോമിയലിന്റെ പോസിറ്റീവ് റിയൽ റൂട്ടുകളുടെ എണ്ണത്തിനെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം. ഒന്നും കൂടെ പറയാം. ഒരു പോളിനോമിയൽ എടുത്തു. ആ പോളിനോമിയലിന്റെ പോസിറ്റീവ് റിയൽ റൂട്ടിന്റെ എണ്ണം എന്ന് പറയുന്നത് ആ പോളിനോമിയലിന്റെ കോയിഫിഷ്യന്റുകളുടെ വേരിയേഷനേക്കാളും ഇക്വലോ ചെറുതോ ആയിരിക്കും. ഇക്വൽ ആണെങ്കിൽ കുഴപ്പമില്ല. ചെറുതാകണമെങ്കിൽ ആ നമ്പർ ഓഫ് വേരിയേഷൻസ് ഒരു ഈവൺ നമ്പർ കുറഞ്ഞ രീതിയിൽ ആകാൻ പാടുള്ളൂ. ഓക്കെ. ഇനി ഇതേപോലെ പറയുന്ന കാര്യമാണ് നമ്പർ ഓഫ് നെഗറ്റീവ് റിയൽ റൂട്ടിന്റെ കാര്യം കൂടെ പറയാം. നമ്പർ ഓഫ് നെഗറ്റീവ് റിയൽ റൂട്ട്. നമ്പർ ഓഫ് നെഗറ്റീവ് റിയൽ നമ്പർ ഓഫ് നെഗറ്റീവ് റിയൽ റൂട്ടിന് ഏകദേശം ഇതേ ആശയം തന്നെയാണ് വരുന്നത്. നമ്പർ ഓഫ് നെഗറ്റീവ് റിയൽ റൂട്ട്, അതായത് ഈ പോളിനോമിയലിന്റെ നെഗറ്റീവ് റിയൽ റൂട്ടുകളുടെ എണ്ണം എങ്ങനെയാണ് കാണുക എന്നുള്ള കാര്യം നോക്കാം. നമ്പർ ഓഫ് നെഗറ്റീവ് റിയൽ, അതും ഇതേ ആശയം തന്നെ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. ലിമിറ്റ് കാണാൻ എഫ് ഓഫ് എക്സിന് പോസിറ്റീവ് ലിമിറ്റും നെഗറ്റീവ് ലിമിറ്റും കാണാൻ എഫ് ഓഫ് മൈനസ് എക്സ് എടുത്താൽ മതി എന്നുള്ള രീതിയിൽ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതേ പരിപാടി നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ എടുക്കണം. അപ്പൊ ഒരു എക്സാമ്പിൾ ഞാൻ എടുക്കാം. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഒരു ഫംഗ്ഷൻ ഞാൻ എടുക്കുകയാണ്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 7x⁴ പ്ലസ് 3x³ മൈനസ് 5x² മൈനസ് 2x പ്ലസ് 3. എനിക്ക് വേണ്ടത് എന്താന്ന് വെച്ചാൽ ഈ പോളിനോമിയലിന്റെ പോസിറ്റീവ് റിയൽ റൂട്ട് ആണ് കാണുന്നതെങ്കിൽ നമുക്കറിയാം. ഒന്നുകൂടെ കണ്ടുനോക്കാം. എന്താണ് ഈ പോളിനോമിയലിന്റെ പോസിറ്റീവ് റിയൽ റൂട്ട് വരിക? അതൊന്ന് കണ്ടുനോക്കാം. പോസിറ്റീവ് റിയൽ റൂട്ട് വരണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? അതിന്റെ സീക്വൻസ് എഴുതണം. 7 3 -5 -2 3. ഓക്കെ. എത്ര വേരിയേഷൻസ് നടക്കുന്നുണ്ട് അവിടെ? നമ്പർ ഓഫ് വേരിയേഷൻസിന്റെ എണ്ണം എന്ന് പറയുന്നത്, ഇവിടെ വേരിയേഷൻ നടന്നിട്ടില്ല. ഇവിടെ പോസിറ്റീവ് നെഗറ്റീവ് വേരിയേഷൻ നടന്നിട്ടുണ്ട് 1. ഇവിടെ വേരിയേഷൻ നടക്കുന്നില്ല, ഇവിടെ വേരിയേഷൻ നടക്കുന്നുണ്ട്. അപ്പൊ നമ്പർ ഓഫ് വേരിയേഷൻസ് 2. Therefore, നമ്പർ ഓഫ് പോസിറ്റീവ് റിയൽ റൂട്ട്, ആ പോളിനോമിയലിന്റെ പോസിറ്റീവ് റിയൽ റൂട്ടിന്റെ എണ്ണം ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 എന്ന് പറഞ്ഞാൽ 0 ആകാം, 1 ആകാം, 2 ആകാം. അതിലെങ്ങനെ സെലക്ട് ചെയ്യുക? 2 പ്രശ്നമില്ല, അത് തന്നെ ആയാൽ പ്രശ്നമില്ല. 2 - 1 ആണ് 1, അത് വരൂല. കാരണം എന്താ? പോസിറ്റീവ് റിയൽ റൂട്ടുകളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് വേരിയേഷൻസ് ഒരു ഈവൺ നമ്പർ കുറയ്ക്കുന്ന രീതിയിലേ വരുള്ളൂ. 2 - 2 0, അത് വേണമെങ്കിൽ വരാം. അപ്പൊ നമ്പർ ഓഫ് പോസിറ്റീവ് റിയൽ റൂട്ട്, ഈ പോളിനോമിയലിന്റെ പോസിറ്റീവ് റിയൽ റൂട്ടുകളുടെ എണ്ണം എന്ന് പറയുന്നത് ഒന്നെങ്കിൽ 0 ആകാം, അല്ലെങ്കിൽ എന്താകാം? 1 ആകാം. ഇതാണ് ഐഡിയ. ഇനി ഇതേ ആശയം നെഗറ്റീവ് റിയൽ റൂട്ടിലേക്ക് വരാൻ ഈ എഫ് ഓഫ് എക്സിന് പകരം എന്തിട്ട് കൊടുക്കുക? എഫ് ഓഫ് മൈനസ് എക്സ് ഇട്ട് കൊടുത്ത് ഇതേ പരിപാടി ചെയ്താൽ മതി. എഫ് ഓഫ് മൈനസ് എക്സ് ഇട്ട് കൊടുത്താൽ 7 × -x⁴ ആണ്. അത് x⁴ തന്നെ. പ്ലസ് 3 × x³ 3 × x³ അവിടെ എക്സിന് -x ഇട്ട് കൊടുക്കണം. അപ്പൊ എങ്ങനെയാ? 7 × -x⁴ എന്ന് പറഞ്ഞാൽ x⁴ തന്നെ. 3 × x³ അടുത്ത് -x³ എടുത്താലും മൈനസ് പുറത്തേക്ക് എത്തും. അപ്പൊ -3x³ എന്ന് വരുന്നുണ്ട്. പിന്നെയോ -5 × x² മൈനസ് ഇട്ട് കൊടുത്താൽ x² തന്നെ. ഇവിടെ -2 × x എന്ന് പറയുമ്പോൾ മൈനസ് വരുമ്പോൾ മൈനസും മൈനസും പ്ലസ് 2x പ്ലസ് 3 എന്ന് വരുന്നുണ്ട്. ഇവിടുത്തെ എത്ര വേരിയേഷൻസ് വന്നെന്ന് നോക്കാം. 7 ഉണ്ട്, പിന്നെ -3 ഉണ്ട്, -5 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്. അപ്പൊ ഇവിടുത്തെ നമ്പർ ഓഫ് വേരിയേഷൻസ് എത്രയാ? എത്ര വേരിയേഷൻസ് വന്നിട്ടുണ്ടെന്ന് നോക്കിക്കേ. 1 ഇവിടെ വന്നിട്ടുണ്ട്, 2 ഇവിടെ വന്നിട്ടുണ്ട്, 2 വേരിയേഷനേ ഉള്ളൂ. ഓക്കെ. അപ്പൊ നമ്പർ ഓഫ് നെഗറ്റീവ് റിയൽ റൂട്ടുകളുടെ എണ്ണത്തിനെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റാവുന്ന കാര്യം എന്താ? ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 എന്ന് പറഞ്ഞാൽ 0 ആകാം, 1 ആകാം, 2 ആകാം. പക്ഷെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, എന്താണ് പറഞ്ഞത്?
നമ്പർ ഓഫ് നെഗറ്റീവ് റിയൽ റൂട്ടും നമ്പർ ഓഫ് പോസിറ്റീവ് റിയൽ റൂട്ടും നമ്പർ ഓഫ് വേരിയേഷനേക്കാൾ ഈവൺ നമ്പർ കുറച്ച രീതിയിലാണ് വരിക. അപ്പൊ 2 - 1 ആണ് 1, അത് വരില്ല. 2 - 2 0 വരാം. അപ്പൊ 0 അല്ലെങ്കിൽ 2. ഇതാണ് നമ്മുടെ എന്ത് പറയുന്നത്, ഡെക്കാർട്ട് റൂൾ ഓഫ് സൈൻ എന്ന് പറയുന്നത്. ഇക്വേഷൻ ഐഡിയ മനസ്സിലായിട്ടുണ്ടല്ലോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ വന്നു എന്ന് വിചാരിക്കുക. ഷോ ദാറ്റ് the equation 12x raised to 7 minus x raised to 4 plus 10x cube minus 28 equal to 0 has at least 4 imaginary roots. ഇതിന് അറ്റ്ലീസ്റ്റ് 4 ഇമാജിനറി റൂട്ട്സ് ഉണ്ട് എന്ന് തെളിയിക്കണം, ഷോ ചെയ്യും. അപ്പൊ തുടങ്ങാം, സൊല്യൂഷനിലേക്ക് പോവാം. പറയുന്നത് ഇങ്ങനെയാണ്: 12x raised to 7 minus x raised to 4 plus 12x raised to 7 minus x raised to 4 plus 10x cube minus 28 equal to 0ക്ക് മിനിമം 4 ഇമാജിനറി റൂട്ട് ഉണ്ട്. അതായത് അറ്റ്ലീസ്റ്റ് 4 ഇമാജിനറി റൂട്ട് എങ്കിലും ഉണ്ടെന്ന് തെളിയിക്കാം. അപ്പൊ നമുക്ക് ഇമാജിനറി റൂട്ടിന്റെ എണ്ണം കാണാൻ അറിയില്ല. നമുക്കറിയാവുന്ന കാര്യം, ഒരു പോളിനോമിയലിന്റെ നമ്പർ ഓഫ് പോസിറ്റീവ് റിയൽ റൂട്ട് ആകാൻ സാധ്യതയുള്ളതും നമ്പർ ഓഫ് നെഗറ്റീവ് റിയൽ റൂട്ട് ആകാൻ സാധ്യതയുള്ളതായിട്ടുള്ള കാര്യങ്ങൾ അറിയാം. അത് വെച്ചിട്ടാണ് പറയാം. അപ്പൊ ഇതൊരു 7th ഡിഗ്രി പോളിനോമിയൽ. അപ്പൊ തുടങ്ങാം. ആദ്യം കോയിഫിഷ്യന്റുകൾ എഴുതാം. 12 -1 10 -28. അപ്പൊ ആദ്യം നോക്കേണ്ടത് ഇവിടെ എത്ര വേരിയേഷൻസ് വന്നു. നമ്പർ ഓഫ് വേരിയേഷൻസ് 1 2 3 വേരിയേഷൻസ് വന്നിട്ടുണ്ട്. therefore നമുക്ക് എന്ത് പറയാം, നമ്പർ ഓഫ് പോസിറ്റീവ് റിയൽ റൂട്ടുകളുടെ എണ്ണം എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 എന്ന് പറഞ്ഞാൽ 0 ആകാം, 1 ആകാം, 2 ആകാം, 3 ആകാം. പക്ഷെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഒരു ഈവൻ നമ്പർ കുറഞ്ഞ രീതിയിലേ വരുള്ളൂ. 3 - 1 അതാരാ, 2. അത് ഓഡ് നമ്പർ കുറയ്ക്കുന്നതാണ്, അപ്പൊ ഇയാൾ വരില്ല. 3 - 2 1 ഇയാൾ വരാം, അത് ഈവൻ നമ്പർ കുറയ്ക്കുന്ന. 3 - 3 ഓഡ് നമ്പർ കുറയ്ക്കുന്ന 0, അപ്പൊ ഇയാൾ വരൂല. ആൻസർ ഈസ് 1 വരാം, 3 വരാം. therefore ഇതിന്റെ നമ്പർ ഓഫ് പോസിറ്റീവ് റിയൽ റൂട്ട്, ഈ പോളിനോമിയലിന്റെ പോസിറ്റീവ് റിയൽ റൂട്ടുകളുടെ എണ്ണം ഒന്നെങ്കിൽ 1 അല്ലെങ്കിൽ എത്രയാണ്, 3. ഓക്കെ, അപ്പൊ ഈ പോളിനോമിയലിന്റെ പോസിറ്റീവ് റിയൽ റൂട്ടുകളുടെ എണ്ണം ഒന്നെങ്കിൽ 1 അല്ലെങ്കിൽ എത്രയാണ്, 3. ഇനി നെഗറ്റീവ് റിയൽ റൂട്ടുകളുടെ എണ്ണം നോക്കാം. നെഗറ്റീവ് റിയൽ റൂട്ടുകളുടെ എണ്ണം കാണാൻ എഫ് ഓഫ് മൈനസ് എക്സ് എഴുതണം. എന്താ എഫ് ഓഫ് മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ 12x raised to 7, എക്സിന് മൈനസ് കൊടുത്താൽ മൈനസ് പുറത്ത് ചാടും, അപ്പൊ -12x raised to 7 മൈനസ് എക്സിന് 4 ആണ്, അപ്പൊ x raised to 4 തന്നെ വരും. പ്ലസ് 10x ക്യൂബ്, അപ്പൊ -10x ക്യൂബ് വരും. ഓടാണെങ്കിൽ മൈനസ് പുറത്ത് ചാടും, -28. അപ്പൊ ഇവിടുത്തെ നമ്പർ ഓഫ് വേരിയേഷൻസ് എത്രയാന്ന് നോക്കാൻ വേണ്ടിയിട്ട് കോയിഫിഷ്യന്റുകൾ എടുത്ത് എഴുതുന്നു. ആരൊക്കെയാ, -12 ഉണ്ട്, പിന്നെ ആരാ, -1 ഉണ്ട്, -10 ഉണ്ട്, -28 ഉണ്ട്. അപ്പൊ ഇവിടുത്തെ നമ്പർ ഓഫ് വേരിയേഷൻസ് എന്ന് പറഞ്ഞാൽ എത്ര ഉള്ളത്, ഇവിടെ ഇല്ല, ഇവിടെ ഇല്ല, ഇവിടെ ഇല്ല, എവിടെയും വേരിയേഷൻസ് നടക്കുന്നില്ല. അപ്പൊ നമ്പർ ഓഫ് വേരിയേഷൻസ് 0 ആണ്. നമ്പർ ഓഫ് വേരിയേഷൻസ് 0 ആണെങ്കിൽ നമ്പർ ഓഫ് നെഗറ്റീവ് റിയൽ റൂട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. ഓക്കെ, 0യോ അതിനേക്കാൾ ചെറുതോ, പിന്നെ ആലോചിക്കാനൊന്നുമില്ലല്ലോ. 0യോ അതിനേക്കാൾ ചെറുതോ ആണ്, നമ്പർ ആണ്. നമ്പർ ഒരിക്കലും നെഗറ്റീവ് ആവില്ല, എണ്ണമാണ് പറയുന്നത്, എണ്ണം ഒരിക്കലും നെഗറ്റീവ് ആവില്ല. ഇപ്പൊ 0യോ അതിനേക്കാൾ താഴേക്കോ എന്നാ പറഞ്ഞത്. അപ്പൊ പിന്നെ പോസിബിലിറ്റി എന്ത് മാത്രമേ ഉള്ളൂ, 0 മാത്രമേ ഉള്ളൂ. 0ക്ക് താഴെ ആയാൽ നെഗറ്റീവ് ആയില്ലേ, നമ്പർ ഒരിക്കലും നെഗറ്റീവ് വരില്ലല്ലോ. അപ്പൊ നമ്പർ ഓഫ് നെഗറ്റീവ് റിയൽ റൂട്ടുകൾ എന്താണ് പറഞ്ഞത്, 0. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിന്റെ ഒരു ടോട്ടൽ എടുക്കാം. ടോട്ടൽ ഇതിന്റെ ഡിഗ്രി എന്ന് പറയുന്നത്, ഈ പോളിനോമിയലിന്റെ ടോട്ടൽ ഡിഗ്രി എന്ന് പറയുന്നത് എന്താണ്, 7. ടോട്ടൽ ഡിഗ്രി എത്രയാ, 7. അതിൽ പോസിറ്റീവ് റിയൽ റൂട്ട് ഉണ്ടാകാം, നെഗറ്റീവ് റിയൽ റൂട്ട് ഉണ്ടാകാം, പിന്നെ എന്താ പറയുന്നത്, ഇമാജിനറി റൂട്ട് ഉണ്ടാകാം. ഇങ്ങനെ 3 ടൈപ്പ് റൂട്ടുകളാണ് നമുക്ക് ഉണ്ടാവുക. പോസിറ്റീവ് റിയൽ റൂട്ട് ഉണ്ടാകാം, നെഗറ്റീവ് റിയൽ റൂട്ട് ഉണ്ടാകാം, ഇമാജിനറി റൂട്ട് ഉണ്ടാകാം. അതിൽ നെഗറ്റീവ് റിയൽ റൂട്ടുകളുടെ എണ്ണം 0 ആണെന്ന് പറഞ്ഞു. പോസിറ്റീവ് റിയൽ റൂട്ടുകളുടെ എണ്ണം 1 അല്ലെങ്കിൽ 3 ആകാം. അപ്പൊ ആദ്യം പോസിറ്റീവ് റിയൽ റൂട്ടുകളുടെ എണ്ണം 1 എടുത്തെന്ന് വിചാരിക്കുക. നെഗറ്റീവ് റിയൽ റൂട്ട് എപ്പോഴും 0. ടോട്ടൽ ഡിഗ്രി 7. ഒരു പോസിറ്റീവ് റിയൽ റൂട്ടും 0 നെഗറ്റീവ് റിയൽ റൂട്ടും, അപ്പൊ 6 ഇമാജിനറി റൂട്ടുകൾ ഉണ്ടായിരിക്കും. ഇനി പോസിറ്റീവ് റിയൽ റൂട്ടിന്റെ എണ്ണം 3 എടുക്കുകയാണെങ്കിൽ നെഗറ്റീവ് റിയൽ റൂട്ട് എന്തായാലും 0 ആണ്. ടോട്ടൽ 7 ആയതുകൊണ്ട് ഇമാജിനറി റൂട്ടുകളുടെ എണ്ണം എത്രയാണ്, 6 ആണ്. അപ്പോ ഇമാജിനറി റൂട്ടുകളുടെ എണ്ണം, നമ്പർ ഓഫ് ഇമാജിനറി റൂട്ട്, അപ്പൊ ഇതിൽ നിന്ന് കിട്ടുന്ന സാധനമാണ്, ഇതിൽ നിന്ന് നമുക്ക് കിട്ടിയ സാധനമാണ് നമ്പർ ഓഫ് ഇമാജിനറി റൂട്ട്.
ഇമാജിനറി റൂട്ട്സിന്റെ എണ്ണം എന്ന് പറയുന്നത് ഒന്നെങ്കിൽ 6 ആകാം, അല്ലെങ്കിൽ 4 ആകാം. അപ്പൊ ഒന്നെങ്കിൽ 6 ആകാം നമ്പർ ഓഫ്, അല്ലെങ്കിൽ ഒന്നെങ്കിൽ, അതായത് ഈ പോസിറ്റീവ് റിയൽ റൂട്ടിന്റെ എണ്ണം ഒന്നേ ഉള്ളൂ എങ്കിൽ ഇമാജിനറി റൂട്ട് 6 ഉണ്ടായിരിക്കും. പോസിറ്റീവ് റിയൽ റൂട്ടിന്റെ എണ്ണം 3 ആണെങ്കിൽ ഇമാജിനറി റൂട്ടിന്റെ എണ്ണം 4 ഉണ്ടായിരിക്കും. അപ്പൊ നമ്പർ ഓഫ് ഇമാജിനറി റൂട്ട് എന്ന് പറയുന്നത് 6 അല്ലെങ്കിൽ 4 ആകാം. അല്ലെങ്കിൽ എന്ന് പറയാം, നമ്പർ ഓഫ് ഇമാജിനറി റൂട്ട് എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് 4 ആയിക്കൂടെന്ന് പറഞ്ഞൂടെ. മിനിമം 4 ആയിക്കൂടെ. ഒന്നെങ്കിൽ 6 ആകാം, അല്ലെങ്കിൽ 4 ആകാം. അപ്പൊ 6 ഉണ്ടെങ്കിലും 4 ഉണ്ട്, 4 ഉണ്ടെങ്കിലും 4 ഉണ്ട്. അപ്പൊ എന്ത് പറയാം, നമ്പർ ഓഫ് ഇമാജിനറി റൂട്ട് എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് 4 ആണെന്ന് പറയാം. അതേ നമ്മളോട് തെളിയിക്കാൻ പറഞ്ഞിട്ടുള്ളൂ. അറ്റ്ലീസ്റ്റ് 4 ഇമാജിനറി റൂട്ട്. നമ്മളത് ചെയ്യുകയും ചെയ്തു. അപ്പൊ ഇതാണ് പരിപാടി. നെക്സ്റ്റ് നോക്കാം. ഓക്കെ, നെക്സ്റ്റ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് റൈസ് ടു 4 പ്ലസ് എക്സ് സ്ക്വയർ മൈനസ് എക്സ് മൈനസ് 3 ആണ്. അപ്പൊ ഇതിന്റെ കോയിഫിഷ്യന്റുകൾ എഴുതിയാൽ 1 ഉണ്ടായിരിക്കും, 1 ഉണ്ടായിരിക്കും, -1 ഉണ്ട്, -3 ഉണ്ട് അല്ലെ. 1 1 -1 -3. അപ്പൊ ഇവിടെ നമ്പർ ഓഫ് വേരിയേഷൻസ് വരുന്നത് എത്രയാന്നുള്ള കാര്യം നോക്കാം. നമ്പർ ഓഫ് വേരിയേഷൻസ് വരുന്നത് ഇവിടെ 1, ഇവിടെ വേരിയേഷൻസ് ഒറ്റ വേരിയേഷനെ വരുള്ളൂ. നമ്പർ ഓഫ് വേരിയേഷൻ ഈക്വൽ ടു 1 ആണ്. Therefore, നമ്പർ ഓഫ് പോസിറ്റീവ് റിയൽ റൂട്ട്, അവരുടെ പോസിറ്റീവ് റിയൽ റൂട്ടുകളുടെ എണ്ണത്തെ കുറിച്ച് നമുക്ക് എന്ത് പറയാം, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണ് ഡെക്കാർഡ് സൈൻ പ്രകാരം. പക്ഷെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണെങ്കിൽ നമുക്കുള്ള പോസിബിലിറ്റി 0 ആകാം, അല്ലെങ്കിൽ 1 ആകാം. പക്ഷെ അവിടെ ചെറിയൊരു പ്രശ്നമുണ്ട്. എന്താ, നമ്മൾ പറഞ്ഞിട്ടുണ്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഈവൺ നമ്പറേ ആവുള്ളൂ. അപ്പൊ 1 ആണെങ്കിൽ പ്രശ്നമില്ല. പിന്നെ 1 നിന്ന് 1 കുറച്ചാലാണ് 0 കിട്ടുക. അപ്പൊ 1 നിന്ന് ഒരു ഓഡ് നമ്പർ കുറച്ചാലാണ് 0 കിട്ടുക. അപ്പൊ ഇത് പറ്റൂല. അപ്പൊ ഏതാ നമുക്ക് പറയാം, നമുക്ക് ഉറപ്പിച്ചിട്ട് പറയാം, നമ്പർ ഓഫ് പോസിറ്റീവ് റിയൽ റൂട്ട്. പോസിറ്റീവ് റിയൽ റൂട്ടുകളുടെ എണ്ണം എന്ന് പറയുന്നത് അവിടെ കറക്റ്റ് 1 ആണ്. ഒന്നെങ്കിൽ 1 അല്ലെങ്കിൽ 0 വരാം. പക്ഷെ 0 ആവില്ല. കാരണം ഡെക്കാർഡ് റൂളിൽ പ്രത്യേകം പറയുന്നുണ്ട്, എന്താ, 1ൽ നിന്ന് കുറയുകയാണെങ്കിൽ, നമ്പർ ഓഫ് വേരിയേഷൻ കുറയുകയാണെങ്കിൽ ഒരു ഈവൺ നമ്പർ കുറയുന്നു എന്നുള്ള രീതിയിൽ വരുള്ളൂ. 1 - 1 ആണ് 0. അത് ഓഡ് നമ്പർ ആണ് കുറയുന്നത്. നമ്പർ ഓഫ് പോസിറ്റീവ് റിയൽ റൂട്ട് എന്താന്ന് കിട്ടി, 1 ആണ് കിട്ടി. ഇനി നെഗറ്റീവ് റിയൽ റൂട്ടിന്റെ എണ്ണം കാണാനായിട്ട് എഫ് ഓഫ് -x നമ്മൾ കാണുന്നു. എക്സ് റൈസ് ടു 4 മാറ്റമൊന്നുമില്ല, എക്സ് സ്ക്വയറിന് മാറ്റമൊന്നുമില്ല. -x മൈനസ് -x ആവും, -x +x ആവും. ഇവിടെ -3 വരും. അപ്പൊ കോയിഫിഷ്യന്റുകൾ വരുന്നത് 1 ഉണ്ട്, 1 ഉണ്ട്, 1 ഉണ്ട്, -3 ഉണ്ട്. അവിടെയും വരുന്നത് എന്താണ്, ഒറ്റ വേരിയേഷനെ വരുന്നുള്ളൂ. അപ്പൊ നമുക്ക് എന്ത് പറയാം, നമ്പർ ഓഫ് വേരിയേഷൻ, അവിടെ വരുന്ന നമ്പർ ഓഫ് വേരിയേഷൻ എന്ന് പറയുന്നത് എത്രയാണെന്ന് പറയാം, അത് 1 ആണ്. നമ്പർ ഓഫ് വേരിയേഷൻസ് 1 ആണെങ്കിൽ നമ്പർ ഓഫ് നെഗറ്റീവ് റിയൽ റൂട്ട്, അവിടെ ഉണ്ടാകുന്ന നെഗറ്റീവ് റിയൽ റൂട്ടുകളുടെ എണ്ണം എന്ന് പറയുന്നത് എത്രയായിരിക്കും, നെഗറ്റീവ് റിയൽ റൂട്ടുകളുടെ എണ്ണം എത്രയാണ് വരുന്നത്, നെഗറ്റീവ് റിയൽ റൂട്ടുകളുടെ എണ്ണം ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണെങ്കിൽ നമ്പർ ഓഫ് നെഗറ്റീവ് റിയൽ റൂട്ട് നമുക്ക് ഉറപ്പിച്ചു പറയാം എത്ര തന്നെയായിരിക്കും, 1 തന്നെയായിരിക്കും. കാരണം 0 ആവില്ല. 0 ആകണമെങ്കിൽ ഒരു ഈവൺ നമ്പർ കുറഞ്ഞ രീതിയിലാകണം. ഇവിടെ ഈവൺ നമ്പർ അല്ല, ഓഡ് നമ്പർ കുറയുന്നത്. അപ്പൊ കിട്ടി. അപ്പൊ ടോട്ടൽ 4 റൂട്ടുകളാണ് ആ പോളിനോമിയൽ ഉള്ളത്. അതിൽ പോസിറ്റീവ് റിയൽ റൂട്ട് 1 ആണെന്നും കിട്ടി, നെഗറ്റീവ് റിയൽ റൂട്ട് 1 ആണെന്നും കിട്ടി. പിന്നെന്താ, ഇമാജിനറി റൂട്ടുകൾ എത്രയാണെന്നും കിട്ടിയിട്ടുണ്ട്, 2 എണ്ണം ഉണ്ട്. ടോട്ടൽ 4 അല്ലേ. ഒരു പോസിറ്റീവ് റിയൽ റൂട്ട്, ഒരു നെഗറ്റീവ് റിയൽ റൂട്ട് ഉണ്ടെങ്കിൽ 2 ഇമാജിനറി റൂട്ടുകൾ ഉണ്ടായിരിക്കും. അപ്പൊ അതാണ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് റൈസ് ടു 6 മൈനസ് എക്സ് ക്യൂബ് പ്ലസ് 2x സ്ക്വയർ മൈനസ് 3x മൈനസ് 1 ഈക്വൽ ടു 0. ഓക്കെ, അപ്പൊ ആ സാധനം നിങ്ങൾ ചെയ്ത് നോക്കാം. ഫൈൻഡ് ദ നമ്പർ ഓഫ് റിയൽ റൂട്ട് ആൻഡ് ഇമാജിനറി റൂട്ട് ഓഫ് ദി ഇക്വേഷൻ. ഇതിന്റെ നമ്പർ ഓഫ് റിയൽ റൂട്ടും ഇമാജിനറി റൂട്ടും കണ്ടെത്തണം. അതാണ് നമ്മുടെ ടാസ്ക്. അപ്പൊ ഇത് അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ള ചോദ്യമാണ്, ശരിക്കും ശ്രമിക്കും. ഓക്കെ, അപ്പൊ ഈ പോളിനോമിയലിന്റെ നമ്പർ ഓഫ് റിയൽ റൂട്ടുകളും ആൻഡ് ഇമാജിനറി റൂട്ടുകളും കണ്ടെത്താം. ഈ പോളിനോമിയലിന്റെ റിയൽ റൂട്ടുകളുടെ എണ്ണം ക്വസ്റ്റ്യൻ ഇങ്ങനെ തന്നെ തരാം. ക്വസ്റ്റ്യൻ ഇങ്ങനെ, ഫൈൻഡ് ദ നമ്പർ ഓഫ് റിയൽ റൂട്ട്, ഫൈൻഡ് ദ നമ്പർ ഓഫ് റിയൽ റൂട്ട്സ് ആൻഡ് imaginary roots, find the number of real roots and imaginary roots of the equation. താഴെ തന്നിരിക്കുന്ന ഇക്വേഷൻസിന്റെ റിയൽ റൂട്ടുകളുടെ എണ്ണവും ഇമാജിനറി റൂട്ടുകളുടെ എണ്ണവും കറക്റ്റ് കണ്ടെത്താനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതെങ്ങനെ കണ്ടെത്തുക എന്നുള്ള കാര്യം പറയും. ഇതിൽ കുറച്ച് ഹാർഡായിട്ടുള്ള കുറച്ച് പോർഷൻസ് വരും. അപ്പൊ നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കുക, എന്നാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. അപ്പൊ തോന്നാം. അപ്പൊ ആദ്യം തന്നെ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് റൈസ് ടു 6 മൈനസ് എക്സ് ക്യൂബ് പ്ലസ് 2x സ്ക്വയർ മൈനസ് 3x മൈനസ് 1 ആണ്. നമുക്ക് ഇതിന്റെ റിയൽ റൂട്ട് എത്ര ഉണ്ട് കറക്റ്റ് പറയാനാട്ടോ. എസ് പറഞ്ഞാൽ പോരാ, ഓറ് പറയരുത്, കറക്റ്റ് പറയണം. അതാണ് ആശയം. അപ്പൊ അതിനെന്തൊക്കെ പണിയെടുക്കണം എന്നുള്ള കാര്യം നോക്കാം. അപ്പൊ ആദ്യം നമ്മൾ ഇതിന്റെ കോയിഫിഷ്യന്റുകൾ എഴുതുന്നു. ആരാ, 1 ഉണ്ട്, -1 ഉണ്ട്, 2 ഉണ്ട്, -3 ഉണ്ട്, -1.
അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ നമ്പർ ഓഫ് വേരിയേഷൻസ് എത്രയാന്നുള്ളത് നോക്കാം. ഇവിടുത്തെ നമ്പർ ഓഫ് വേരിയേഷൻസ് എന്ന് പറഞ്ഞാൽ 1, 2, 3 മൂന്ന് സൈൻ ചേഞ്ചുകൾ നടക്കുന്നുണ്ട്. അപ്പൊ നമ്പർ ഓഫ് വേരിയേഷൻ 3. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? നമ്പർ ഓഫ് പോസിറ്റീവ് റിയൽ റൂട്ടിന്റെ എണ്ണം ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 എന്ന് പറയാം. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 എന്ന് പറഞ്ഞാൽ 0 ആകാം, 1 ആകാം, 2 ആകാം, 3 ആകാം. അതിൽ ഏതൊക്കെ പോസിറ്റീവ് റിയൽ റൂട്ടിന്റെ എണ്ണമായിട്ട് വരാം? നമ്പർ ഓഫ് വേരിയേഷൻ തന്നെയാണെങ്കിൽ കുഴപ്പമില്ല. പിന്നെ നമ്പർ ഓഫ് വേരിയേഷൻ ഒരു ഈവൻ നമ്പർ കുറയ്ക്കുന്നതാകണം. 3 - 1 ആണ് 2, ഓഡ് നമ്പറാ കുറയ്ക്കുന്നത്, അപ്പൊ ഇത് പറ്റൂല. 3 - 2 ആണ് 1, അപ്പൊ ഇത് പറ്റും. 3 - 3 ആണ് 0, അപ്പൊ ഇത് പറ്റൂല. അപ്പൊ നമ്പർ ഓഫ് പോസിറ്റീവ് റിയൽ റൂട്ട് എന്താകാം? നമ്പർ ഓഫ് പോസിറ്റീവ് റിയൽ റൂട്ടുകളുടെ എണ്ണം എന്ന് പറയുന്നത് 1 അല്ലെങ്കിൽ എന്തോ ആകാം, 3 ആകാം. ഇതാണ് സംഗതി. അപ്പൊ പോസിറ്റീവ് റിയൽ റൂട്ടുകളുടെ എണ്ണം 1 അല്ലെങ്കിൽ 3 ആകാം. ഇനി നമ്പർ ഓഫ് നെഗറ്റീവ് റിയൽ റൂട്ട് കാണണമെങ്കിൽ എന്ത് എഴുതണം? f ഓഫ് -x എഴുതണം. f ഓഫ് -x എന്ന് പറഞ്ഞാൽ എന്താണ്? x6 തന്നെയാണ്. -x³ +x³ ആണ്. +2x² തന്നെ. -3x മൈനസും മൈനസും +3x ആകും -1. അങ്ങനെയാണെങ്കിൽ കോയിഫിഷ്യന്റുകൾ വരുന്നത് 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, -1 ഉണ്ട്. ഒറ്റ വേരിയേഷൻ ആണ് അവിടെ വരുന്നത്. നമ്പർ ഓഫ് വേരിയേഷൻ ഈക്വൽ ടു 1. നമ്പർ ഓഫ് വേരിയേഷൻ 1 ആണ്. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് നെഗറ്റീവ് റിയൽ റൂട്ട്, അവിടെ ഉണ്ടാകുന്ന നെഗറ്റീവ് റിയൽ റൂട്ടുകളുടെ എണ്ണം എന്താന്ന് പറയാം? ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് പറയാം. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ 0 വരാം, 1 വരാം. പക്ഷെ നമ്മൾ 1 എടുക്കാം, പ്രശ്നമില്ല. പിന്നെ 1 ഈവൻ നമ്പർ കുറഞ്ഞതേ പറ്റുള്ളൂ. 1 - 1 ആണ് 0, അപ്പൊ ഇയാൾ പറ്റൂല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം നമ്പർ ഓഫ് നെഗറ്റീവ് റിയൽ റൂട്ടുകളുടെ എണ്ണം എന്ന് പറയുന്നത് എത്ര തന്നെയാണ്? 1 ആണ്. അപ്പൊ കിട്ടിയ ടോട്ടൽ കാര്യങ്ങൾ എന്താ? നമ്മുടെ പോളിനോമിയലിന്റെ ഡിഗ്രി എന്ന് പറയുന്നത് 6 അല്ലെങ്കിൽ 6th ഡിഗ്രി പോളിനോമിയൽ. അതിൽ പോസിറ്റീവ് റിയൽ റൂട്ട് എത്ര, നെഗറ്റീവ് റിയൽ റൂട്ട് എത്ര, ഇമാജിനറി റൂട്ട് എത്രയാന്നുള്ളത് നോക്കാം. പോസിറ്റീവ് റിയൽ റൂട്ടിനാണ് അവിടെ പ്രശ്നം. പോസിറ്റീവ് റിയൽ റൂട്ട് ഒന്നെങ്കിൽ 1 ആകാം, അല്ലെങ്കിൽ 3 ആകാം. ഓക്കെ, അപ്പൊ എങ്ങനെയൊക്കെ വരാം? പോസിറ്റീവ് റിയൽ റൂട്ട് 1 ആണെങ്കിൽ നെഗറ്റീവ് റിയൽ റൂട്ട് എപ്പോഴും എന്ത് തന്നെ? 1 തന്നെ. അപ്പൊ പോസിറ്റീവ് റിയൽ റൂട്ട് 1 കിട്ടി, നെഗറ്റീവ് റിയൽ റൂട്ട് 1 കിട്ടി. അപ്പൊ ഇമാജിനറി റൂട്ട് എത്രയാ? 4 ഉണ്ടാവും. ടോട്ടൽ 6 അല്ലേ ഡിഗ്രി? അതിലൊരു പോസിറ്റീവ് റിയൽ റൂട്ടും നെഗറ്റീവ് റിയൽ റൂട്ടിന് മാറ്റല്ലേ, എപ്പോഴും 1 ആണ്. ഒരു നെഗറ്റീവ് റിയൽ റൂട്ടും വന്നാൽ 2 ആയി. ബാക്കി എത്രയാ? ഇമാജിനറി റൂട്ട് 4. ഇനി പറയുന്നത് പോസിറ്റീവ് റിയൽ റൂട്ടിന്റെ എണ്ണം 3 ആണെങ്കിലോ നെഗറ്റീവ് റിയൽ റൂട്ടിന്റെ എണ്ണം 1 തന്നെയാണ്. അപ്പൊ 3 1 4 ആയി. അപ്പൊ ബാക്കി 2 ഇമാജിനറി റൂട്ട് കിട്ടി. അപ്പൊ ഇവിടുന്ന് കറക്റ്റ് ആയിട്ട് നമുക്കൊരു സംഗതി പറയാൻ പറ്റില്ല. ഒന്നെങ്കിൽ ഈ 2 രീതിയിൽ ഏതിലോ ഒന്നിലാണ് വരും. ഒന്നെങ്കിൽ പോസിറ്റീവ് റിയൽ റൂട്ട് 1, നെഗറ്റീവ് റിയൽ റൂട്ട് 1, ഇമാജിനറി റൂട്ട് 4. അല്ലെങ്കിൽ പോസിറ്റീവ് റിയൽ റൂട്ട് 3, നെഗറ്റീവ് റിയൽ റൂട്ട് 1, ഇമാജിനറി 2. ഇതിൽ ഏതെങ്കിലും ആണ് വരിക. പക്ഷെ നമ്മളോട് ചോദിച്ചാൽ എന്താ? ഫൈൻഡ് ദ നമ്പർ ഓഫ് റിയൽ റൂട്ട് ആൻഡ് ഇമാജിനറി റൂട്ട് എന്ന് കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് പക്ക ആയിട്ട് തന്നെ കണ്ടെത്തണം. ഇതിൽ ഏത് ഓപ്ഷനാണ് നമ്മൾ സെലക്ട് ചെയ്യുക എന്നുള്ളതും കൂടെ നമ്മൾ ഇതിന് എന്ത് ചെയ്യണം? കണ്ടെത്തണം. അതിന് ഞാൻ എടുക്കുന്ന പരിപാടിയാണ് ഫൈൻഡ് ദ എക്സാക്ട് നമ്പർ ഓഫ് റൂട്ട്. ഇവിടുത്തെ എക്സാക്ട് നമ്പർ ഓഫ് റൂട്ട് കണ്ടെത്താനായിട്ട് നമ്മൾ എടുക്കുന്ന പരിപാടി എന്താന്ന് വെച്ചാൽ ആ പോളിനോമിയൽ ഒന്ന് ഇങ്ങോട്ട് എഴുതി വെക്കണേ. f ഓഫ് x ഈക്വൽ ടു ആരാ? x6 മൈനസ് x³ പ്ലസ് 2x² മൈനസ് 3x മൈനസ് 1 അല്ലേ? ഇതല്ലേ വരുന്നത്? ശരി. അപ്പൊ ഇവിടെ നമ്മൾ കൊടുക്കുന്ന പരിപാടികൾ പറഞ്ഞാൽ ഞാൻ ഈ f ഓഫ് എക്സിന്റെ കൂടെ ഒരു x+1 ഇൻറ്റു f ഓഫ് എക്സ് ഇട്ടു. ഓക്കെ, ഇപ്പൊ നിലവില് f ഓഫ് എക്സിന്റെ കണ്ടീഷൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എന്താ? ഒരു നെഗറ്റീവ് റിയൽ റൂട്ടേ ഉള്ളൂ. പോസിറ്റീവ് റിയൽ റൂട്ടിന്റെ എണ്ണം 1 അല്ലെങ്കിൽ എന്തോ ആകാം, 3 ആകാം. അപ്പൊ ഞാൻ ഇവിടെ x+1 f ഓഫ് എക്സ് എന്ന് ഇട്ട് കൊടുത്താൽ ഇവിടെ ഒരു റൂട്ടും കൂടെ എക്സ്ട്രാ വരും. ഇപ്പൊ ഒരു 6th ഡിഗ്രി പോളിനോമിയൽ f ഓഫ് എക്സ്. x+1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അയാൾ ഒരു 7th ഡിഗ്രി പോളിനോമിയലാണ്. ഒരു റൂട്ടും കൂടെ കൂടും. ഏതാണ് ആ റൂട്ട് എന്ന് ഇവിടെ തന്നെ മനസ്സിലാക്കിക്കൂടെ? x+1 x -1 ആയാൽ ഈ ടേം 0 ആവില്ലേ? അപ്പൊ -1 അല്ലേ ഇതിന്റെ റൂട്ട് വരിക. അപ്പൊ ഞാൻ ഈ f ഓഫ് എക്സ് എന്ന് പറയുന്ന പോളിനോമിയലിനെ x+1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ പോളിനോമിയലിന്റെ പോസിറ്റീവ് റിയൽ റൂട്ടുകളുടെ എണ്ണത്തിന് മാറ്റം ഉണ്ടാവുമോ? ഇല്ല. കാരണം എന്താ? അവിടെ വരുന്ന റിയൽ റൂട്ട് എന്ന് പറഞ്ഞാൽ ആരാ? x+1 കൊണ്ട് f ഓഫ് എക്സിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ ഉണ്ടാകുന്ന പുതിയ റൂട്ട് എന്ന് പറയുന്നത് -1 ആണ്.
ഈ -1 എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് റിയൽ റൂട്ടാണ്. അപ്പൊ നെഗറ്റീവ് റിയൽ റൂട്ടിന്റെ എണ്ണം എന്ത് ചെയ്യാണ് ചെയ്യുക? കൂടുകയാണ് ചെയ്യുക. പോസിറ്റീവ് റിയൽ റൂട്ടിന്റെ എണ്ണത്തിന് എന്തില്ല? മാറ്റമില്ല. അപ്പൊ x+1 f(x) കൊടുക്കുമ്പോൾ നമുക്ക് പോസിറ്റീവ് റിയൽ റൂട്ടിന്റെ എണ്ണം മാറൂല. പക്ഷെ നമുക്ക് ചിലപ്പോൾ 1 ആണോ 3 ആണോ എന്നുള്ളതിൽ നിന്ന് അതിന് ഒരു ധാരണയിലെത്തും. ഒന്നുകൂടെ പറയാം, f(x) എന്ന് പറയുന്ന പോളിനോമിയലിനെ ഞാൻ x+1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ആ പോളിനോമിയലിന് ഒരു റൂട്ട് കൂടെ എക്സ്ട്രാ കിട്ടും. ആ റൂട്ട് എന്ന് പറയുന്നത് ആരാണ്? -1 ആണ്. അതൊരു നെഗറ്റീവ് റിയൽ റൂട്ടാണ്. അപ്പൊ ഇവിടുത്തെ പോസിറ്റീവ് റിയൽ റൂട്ടിന്റെ എണ്ണം എന്ന് പറയുന്നത് എന്താണ്? സെയിം ആണ്. x+1 into f(x) ഹാസ് സെയിം നമ്പർ ഓഫ് പോസിറ്റീവ് റിയൽ റൂട്ട് ഓഫ് f(x)ന് എത്ര പോസിറ്റീവ് റിയൽ റൂട്ട് ഉണ്ടോ അതേ പോസിറ്റീവ് റിയൽ റൂട്ട് തന്നെയായിരിക്കും x+1 into f(x) ഉണ്ടാവുക. കാരണം നെഗറ്റീവ് റിയൽ റൂട്ട് അവിടെ കൂടുന്നുള്ളൂ, പോസിറ്റീവ് റിയൽ റൂട്ട് മാറുന്നില്ല. അങ്ങനെയാണെങ്കിൽ x+1 into f(x) എന്താണെന്നുള്ള കാര്യം നോക്കാം. x+1 into f(x) എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും കൂടെ ഗുണിക്കുക. x+1 into f(x) എന്ന് പറഞ്ഞാൽ x⁻6 minus x³ plus 2x² minus 3x minus 1. ഇത് രണ്ടും കൂടെ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. അപ്പൊ ഞാൻ ഈ ബ്രാക്കറ്റ് ഒഴിവാക്കി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന ആൻസർ ഇവിടെ ഞാൻ എഴുതി വെക്കുന്നുണ്ട്. ഇത് നിങ്ങൾ എങ്ങനെ ചെയ്യണം? ടേം ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. എന്നിട്ട് ലാസ്റ്റ് കിട്ടുന്ന ആൻസർ ആണ് ഇവിടെ എഴുതി വെക്കേണ്ടത്. അപ്പൊ കിട്ടിയ ആൻസർ ഞാൻ ഇവിടെ എഴുതി വെക്കാം. ഇത് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയത് x⁻7 minus x⁻4 plus 2x³ minus 3x² minus x പ്ലസ് x⁻6 മൈനസ് x³ പ്ലസ് 2x² മൈനസ് 3x മൈനസ് 1 എന്ന് പറയുന്ന രീതിയിലാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് വരുന്നത്. ഓക്കെ, അപ്പൊ അതിനൊന്ന് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന പരിപാടി എന്താണെന്നുള്ളത് നോക്കാം. അപ്പോ സോറി അപ്പൊ അതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക x+1 into f(x) equal to എത്രയാണ് കിട്ടുക? ഇവിടെ ഒരു 2x³ ഉണ്ട്, മൈനസ് x³ ഉണ്ട്. 2x³ x³ പോയാൽ ഒരു x³ ഉണ്ട്. ഇവിടെ ഒരു മൈനസ് 3x² ഉണ്ട്, ഇവിടെ ഒരു പ്ലസ് 2x² ഉണ്ട്. മൈനസ് 3x² പ്ലസ് 2x² എന്താ? 2x² മൈനസ് 3x² മൈനസ് x² ഉണ്ടായിരിക്കും. അങ്ങനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ലാസ്റ്റ് പോർഷൻ ഞാൻ ഇവിടെ എഴുതി വെക്കാം. x⁻7 പ്ലസ് x⁻6 അവിടെ ഉണ്ട്, അതിന്റെ ഒരു ടേമേ ഉള്ളൂ. x⁻4ന്റെ ഒരു ടേമേ ഉള്ളൂ, മൈനസ് x⁻4. പിന്നെ x³ ടേം 2x³ ഉണ്ട്, മൈനസ് x³ ഉണ്ട്. 2x³ x³ പോയാൽ x³ എന്നാണ് കിട്ടുക. x² ടേം 2x² മൈനസ് 3x² അപ്പൊ മൈനസ് x² എന്നാണ് കിട്ടുക. എക്സിന്റെ ടേം ഇവിടെ ഒരു മൈനസ് x ഉണ്ട്, ഇവിടെ ഒരു മൈനസ് 3x ഉണ്ട്, അപ്പൊ മൈനസ് 4x എന്ന് കിട്ടുന്നുണ്ട്. പിന്നെ എന്താ ഉള്ളത്? ഒരു മൈനസ് 1 ഉണ്ട്. ഇത്രയാണ്. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ എന്ത് എഴുതാം? കോയിഫിഷ്യന്റുകൾ എഴുതാം. ആരൊക്കെ കോയിഫിഷ്യന്റുകൾ വരുന്നത്? 1 ഉണ്ട്, 1 ഉണ്ട്, -1 1 -1 -4 -1. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ നമ്പർ ഓഫ് വേരിയേഷൻസ് എത്രയാ? നമ്പർ ഓഫ് വേരിയേഷൻസ് വരുന്നത് 1, ഇവിടെ 2, 3 വേരിയേഷൻസ് ആ വരുന്നത്. അപ്പൊ വീണ്ടും നമ്പർ ഓഫ് പോസിറ്റീവ് റിയൽ റൂട്ടുകളുടെ എണ്ണം എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 എന്ന് കിട്ടി. നേരത്തെ ചെയ്ത പോലെ തന്നെ കിട്ടിയത്. അപ്പൊ നമ്പർ ഓഫ് പോസിറ്റീവ് റിയൽ റൂട്ടുകളുടെ എണ്ണം എന്ന് പറയുന്നത് എന്താണെന്ന് കിട്ടിയത്? ഒന്നെങ്കിൽ 0 ആയിരിക്കും, അല്ലെങ്കിൽ 3 ആയിരിക്കും. അപ്പൊ അവിടെ ഒരു മാറ്റം ഉണ്ടായില്ല, കറക്റ്റ് കണ്ടെത്താൻ പറ്റിയില്ല. അപ്പൊ x+1 കൊണ്ട് ഗുണിച്ചത് കൊണ്ട് നമുക്ക് ഒരു ഉപകാരം ഉണ്ടായില്ല. അപ്പൊ നമ്മൾ അടുത്ത നമ്പർ കൊണ്ട് ഗുണിക്കുക. ആരാ? x+1 ഹോൾ സ്ക്വയർ കൊണ്ട് ഗുണിക്കുന്നു. ഓക്കെ, ഇപ്പൊ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഇപ്പൊ x+1 കൊണ്ട് f(x)ന് ഗുണിച്ചപ്പോ നമുക്ക് കിട്ടിയ നമ്പർ ഓഫ് വേരിയേഷൻസ് 1 ഒക്കെ ആണെങ്കിൽ നമുക്ക് പോസിറ്റീവ് റിയൽ റൂട്ട് 1 എന്ന് കിട്ടും. നമുക്ക് ഈ പോസിറ്റീവ് റിയൽ റൂട്ടിന്റെ സ്ഥലത്ത് മാത്രമേ ആശയക്കുഴപ്പമുള്ളൂ. അപ്പൊ അതിന്റെ എണ്ണം മാത്രം കറക്റ്റ് ആയിട്ട് കണ്ടെത്തിയ പരിപാടി കഴിഞ്ഞു. അപ്പൊ നമ്മൾ x+1 കൊണ്ട് ഗുണിക്കുമ്പോൾ നെഗറ്റീവ് റിയൽ റൂട്ട് -1 ആണ് അവിടെ വരുന്നത്. പോസിറ്റീവ് റിയൽ റൂട്ടിന്റെ എണ്ണം ഇല്ല. ആ പോളിനോമിയൽ നോക്കിയപ്പോൾ പോസിറ്റീവ് റിയൽ റൂട്ടിന്റെ എണ്ണം കറക്റ്റ് കിട്ടുമെങ്കിൽ നമുക്ക് അവിടെ വെച്ച് നിർത്താം. പക്ഷെ ഇവിടെ പോസിറ്റീവ് റിയൽ റൂട്ടിന്റെ എണ്ണം കറക്റ്റ് കിട്ടുന്നില്ല. അപ്പൊ x+1 ഗുണിച്ചത് കൊണ്ട് കാര്യമില്ല. അടുത്ത ഞാൻ എന്തുകൊണ്ട് ഗുണിക്കുന്നു? x+1 ഹോൾ സ്ക്വയർ കൊണ്ട് ഗുണിക്കുന്നു. അപ്പൊ x+1 ഹോൾ സ്ക്വയർ കൊണ്ട് f(x)ന് ഗുണിക്കുമ്പോൾ ഇപ്പൊ 2 റിയൽ റൂട്ട് എക്സ്ട്രാ വന്നു. അത് രണ്ടും ആരാ? -1 എന്ന് പറയുന്ന നെഗറ്റീവ് റിയൽ റൂട്ടാ വരുന്നത്. അപ്പൊ പോസിറ്റീവ് റിയൽ റൂട്ടിന്റെ എണ്ണത്തിന് അവിടെ മാറ്റമില്ല. അപ്പൊ x+1 ഹോൾ സ്ക്വയർ into f(x) ചെയ്യുമ്പോൾ അവിടെ എന്ത് വരുന്നുണ്ട്? 2 റൂട്ടുകൾ എക്സ്ട്രാ വരുന്നുണ്ട്. ആ 2 റൂട്ടുകളും ആരാണ്? -1 ആണ്. അപ്പൊ പോസിറ്റീവ് റിയൽ റൂട്ടിന്റെ എണ്ണം എന്ന് പറയുന്നത് ആരാണ്?
സെയിം ആണ്. ഓക്കെ, ഹാസ് സെയിം നമ്പർ ഓഫ് പോസിറ്റീവ് റിയൽ റൂട്ട്. എഫ് ഓഫ് എക്സിന് എത്ര പോസിറ്റീവ് റിയൽ റൂട്ട് ഉണ്ടോ, റിയൽ റൂട്ട് ഓഫ് എഫ് ഓഫ് എക്സ്, എഫ് ഓഫ് എക്സിന് എത്ര പോസിറ്റീവ് റിയൽ റൂട്ട് ഉണ്ടോ അത്രയും പോസിറ്റീവ് റിയൽ റൂട്ടുകൾ തന്നെയാണ് ഇയാൾക്ക് ഉള്ളത്. അപ്പൊ നോക്കാം, വീണ്ടും നമ്മൾ ഈ ചെയ്ത പരിപാടി ചെയ്യുന്നു. എക്സ് പ്ലസ് വൺ ഹോൾ സ്ക്വയർ എക്സ്പാൻഡ് ചെയ്തിട്ട് അതിനെ എഫ് ഓഫ് എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. കിട്ടിയ ആൻസർ ഞാൻ ഇവിടെ എഴുതി വെക്കാം. എക്സ് റൈസ് ടു 8 പ്ലസ് 2x റൈസ് ടു 7 പ്ലസ് എക്സ് റൈസ് ടു 6 മൈനസ് എക്സ് റൈസ് ടു 5 മൈനസ് 5x സ്ക്വയർ മൈനസ് 5x മൈനസ് 1 എന്നാണ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുക. എക്സ് പ്ലസ് വൺ ഹോൾ സ്ക്വയർ എക്സ്പാൻഡ് ചെയ്യുക, അതിനെ എഫ് ഓഫ് എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഒരു വലിയ ക്രിയ വരും. അവിടെ നിന്ന് കിട്ടുന്ന പരിപാടി ഇതാണ്. ഇനി ഇവിടുത്തെ വേരിയേഷൻ നോക്കാം. 1 ഉണ്ട്, 2, 1, -1, -5, -5, -1. നമ്പർ ഓഫ് വേരിയേഷൻസ് വരുന്നത് എത്രയാ നോക്കാം. ഇവിടുത്തെ നമ്പർ ഓഫ് വേരിയേഷൻസ് വരുന്നത് 1 ഇവിടെ വരുന്നുണ്ട്, പിന്നെ ഇവിടെ ഇല്ലല്ലോ. അപ്പൊ നമ്പർ ഓഫ് വേരിയേഷൻസ് 1. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് പോസിറ്റീവ് റിയൽ റൂട്ട്, ഈ പോസിറ്റീവ് റിയൽ റൂട്ടുകളുടെ എണ്ണം എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ 0 വരാം അല്ലെങ്കിൽ 1 വരാം. പക്ഷെ 0 വരില്ല. 0 എന്ന് പറഞ്ഞാൽ 1 - 1 ഓഡ് നമ്പർ കുറയ്ക്കുന്നതാ. അപ്പൊ നമ്പർ ഓഫ് പോസിറ്റീവ് റിയൽ റൂട്ടുകളുടെ എണ്ണം എന്തെന്ന് കിട്ടി, നമുക്ക് 1 കിട്ടി. ഇതേ പോളിനോമിയലിന്റെ പോസിറ്റീവ് റിയൽ റൂട്ടുകളുടെ എണ്ണം 1 ആണെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇയാൾക്കും നമ്മുടെ എഫ് ഓഫ് എക്സിനും സെയിം നമ്പർ ഓഫ് പോസിറ്റീവ് റിയൽ റൂട്ടാ. അപ്പൊ നമ്മൾ പരിപാടിയിലേക്ക് വരാം. നമുക്ക് ടോട്ടൽ ഡിഗ്രി 6 ഉണ്ടായിരുന്നത്, 6 ഡിഗ്രി. അപ്പൊ അതിൽ എത്ര പോസിറ്റീവ് റിയൽ റൂട്ട് ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് കിട്ടി. പോസിറ്റീവ് റിയൽ റൂട്ടിന്റെ എണ്ണം 1, നെഗറ്റീവ് റിയൽ റൂട്ടിന്റെ എണ്ണം 1. അപ്പൊ ഇമാജിനറി റൂട്ട് എത്ര ഉണ്ടായിരിക്കും, 4 ഉണ്ടായിരിക്കും. ഇതാണ് മെത്തേഡ്. ഓക്കെ, അത്യാവശ്യം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സാധനമാണ്. ഒന്നുകൂടെ പറയാം. നമ്മൾ എഫ് ഓഫ് എക്സ് കാണുമ്പോൾ പോസിറ്റീവ് റിയൽ റൂട്ടിന്റെ എണ്ണം 1, 3 ആകും. നെഗറ്റീവ് റിയൽ റൂട്ടിന്റെ എണ്ണം 1 ഉറപ്പിച്ചു. അങ്ങനെയാണെങ്കിൽ ഇമാജിനറി റൂട്ടിന്റെ എണ്ണം എത്രയാണെന്ന് ഉറപ്പിക്കണമെങ്കിൽ ഈ പോസിറ്റീവ് റിയൽ റൂട്ടിന്റെ എണ്ണത്തിൽ ഒരു ധാരണ കിട്ടിയാൽ മതി. അപ്പൊ നമ്മൾ ആ ഇക്വേഷൻ ആൾട്ടർ ചെയ്യുന്നു. എക്സ് പ്ലസ് വണ്ണിന്റെ എഫ് ഓഫ് എക്സ് ആകുമ്പോൾ നെഗറ്റീവ് റിയൽ റൂട്ട് എന്ത് കിട്ടിയിട്ടുണ്ട്, 1 കിട്ടിയിട്ടുണ്ട്. സോറി, ഇവിടെ പോസിറ്റീവ് റിയൽ റൂട്ടിന്റെ എണ്ണത്തിന് മാറ്റം ഉണ്ടാകുന്നില്ല. ഇവിടെ ഉണ്ടാകുന്ന പുതിയ റൂട്ട് എന്ന് പറയുന്നത് നെഗറ്റീവ് റിയൽ റൂട്ട് ആണ്. അതുകൊണ്ട് തന്നെ പോസിറ്റീവ് റിയൽ റൂട്ടിന്റെ എണ്ണത്തിന് എന്തുണ്ടാവുന്നില്ല, മാറ്റം ഉണ്ടാവുന്നില്ല. അപ്പൊ അതിൽ നമ്മൾ വീണ്ടും പോസിറ്റീവ് റിയൽ റൂട്ടിന്റെ എണ്ണം നോക്കിയപ്പോൾ നമുക്ക് ബ്ലോക്ക് കിട്ടി, 0 3 കിട്ടി. അപ്പൊ വീണ്ടും നമ്മൾ എക്സ് പ്ലസ് വൺ ഹോൾ സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പോസിറ്റീവ് റിയൽ റൂട്ടിന്റെ എണ്ണം മാറുന്നില്ല. പോസിറ്റീവ് റിയൽ റൂട്ടിന്റെ എണ്ണം അവിടെ 1 കിട്ടിയത്. അപ്പൊ നമുക്ക് ഉറപ്പിക്കാം ഒരു പോസിറ്റീവ് റിയൽ റൂട്ടും ഒരു നെഗറ്റീവ് റിയൽ റൂട്ടും 4 ഇമാജിനറി റൂട്ടും ഉണ്ട്. ഇതാണ് പരിപാടി. അപ്പൊ ഈ രീതിയിൽ ചെയ്യാം. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഇവിടെ കിട്ടിയത് പോസിറ്റീവ് റിയൽ റൂട്ടിന്റെ എണ്ണം 1 ഉറപ്പിച്ച് കിട്ടിയെന്ന് വിചാരിക്കാം. നെഗറ്റീവ് റിയൽ റൂട്ടിന്റെ എണ്ണം എന്ന് പറയുന്നത് 1 അല്ലെങ്കിൽ 3 വരാം എന്ന് പറയുന്ന സിറ്റുവേഷൻ കിട്ടിയാൽ നിങ്ങൾ എഫ് ഓഫ് എക്സിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, x-1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. x-1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക, ഇവിടെ ഒരു റൂട്ട് എക്സ്ട്രാ വരുന്നുണ്ട്. ആ റൂട്ട് 1 പോസിറ്റീവ് റിയൽ റൂട്ടാണ് മാറുന്നത്, നെഗറ്റീവ് റിയൽ റൂട്ടിന്റെ എണ്ണം മാറുന്നില്ല. അങ്ങനെ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടെത്താൻ പറ്റും. ഇതാണ് ഡെക്കാർട്ട് റൂൾ ഓഫ് സൈൻ എന്ന് പറയുന്ന പോർഷനിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാനുള്ളത്, പഠിക്കാനുള്ള ഇമ്പോർട്ടന്റ് കാര്യം എന്ന് പറയും. ഓക്കെ.